വേണം. ശ്രീ ബി സുനിൽകുമാർ, ഇപ്പോൾ ദേവസ്വം കമ്മീഷണറാണ് ഈ ചർച്ചയിൽ ഉയർന്ന ചോദ്യങ്ങൾ മുഴുവൻ. നിരവധിയുണ്ട്, നമുക്ക് ഓരോന്നോരോന്നാണ് അത് സ്പർശിച്ചു പോകും. ഒന്നാമത്തെ ഇവിടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചത് എങ്ങനെ ഈ 3000 പേരെ അക്കോമഡേറ്റ് ചെയ്യും, ദേവസ്വം ബോർഡ് പ്രൊവൈഡ് ചെയ്യുമോ. രണ്ടാമത്തെ വിഷയം, എങ്ങനെ സാധാരണ ഭക്തരെയും കൂടുതൽ പണക്കാരായ ഭക്തരെയും നിങ്ങൾ ട്രീറ്റ് ചെയ്യും, രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള സമീപനം കിട്ടുമോ, ഇതിന്റെ ചെലവ് ദേവസ്വം ബോർഡ് കൊടുക്കുമോ, കൊടുക്കാനുണ്ടോ, ഈ വിഷയങ്ങൾക്കുള്ള മറുപടി ആദ്യം. നമ്മളിപ്പോൾ ഈ സംഗമത്തിലേക്ക് ഏകദേശം 250ഓളം പ്രമുഖ വ്യക്തികളെ ക്ഷണിക്കുന്നുണ്ട്. അതിൽ വിവിധ സംസ്ഥാനങ്ങളിലെ 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് കത്തയച്ചിട്ടുണ്ട്. അതിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മറുപടി നമുക്ക് വന്നു കഴിഞ്ഞു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ. അത് ഏകദേശം ചിലപ്പോൾ 10-ാം തീയതി കഴിഞ്ഞിട്ട് ഫൈനൽ റിപ്ലൈ നമുക്ക് വരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർ വരുന്നതായിട്ട് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, നിലയ്ക്കലോ പമ്പയിലോ സന്നിധാനത്തോ ഇത്തരത്തിലുള്ള VVIPs വന്നാലോ അല്ലെങ്കിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ താമസ സൗകര്യങ്ങളോ ഇല്ല. മാത്രമല്ല നമുക്ക് അവർക്ക് പറ്റുന്നത് കോട്ടയം, അടൂർ, തിരുവല്ല, പത്തനംതിട്ട ഈ പരിസരങ്ങളിലായിരിക്കും നമുക്ക് ഹോട്ടൽ സൗകര്യങ്ങൾ നിലവിലുള്ളത്. അവിടുന്ന് എത്രയായാലും നമുക്ക് ഒരു 3 മണിക്കൂർ യാത്ര വരും അവിടെ എത്താനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലുള്ള പ്രധാന ഹോട്ടലുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഇതിൻ്റെ കാര്യം, ഫണ്ടിൻ്റെ കാര്യം, ഇത് പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ ശബരിമലയ്ക്ക് സ്ഥിരമായി കാര്യങ്ങൾ ചെയ്തു വരുന്ന സ്പോൺസർ 4-5 കോടി രൂപ വേണ്ടി വരും. അതാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. മീഡിയ പ്ലാൻ പല ഹൈക്കോടതിയെ അറിയിക്കുക, സ്പോൺസർഷിപ്പ് വഴി ദേവസ്വം ബോർഡ് അങ്ങനെയാണ് നിലവിൽ. സർക്കാർ പണം മുടക്കുന്നില്ല. ഇല്ല, ക്ലാരിറ്റി വന്നു. സർക്കാർ പണം മുടക്കുന്നില്ല, സർക്കാർ പണം ഉപയോഗിക്കുന്നില്ല. സ്പോൺസർഷിപ്പ് വഴി ദേവസ്വം ബോർഡാണ് പണം, ബോർഡിന്റെ പണവും ഉപയോഗിക്കുന്നില്ല. സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. അത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. ശബരിമലയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാൻ ആയിരക്കണക്കിന് ഭക്തരുണ്ട്. ബാക്കി ഇപ്പോൾ വെർച്വൽ ക്യൂവിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന സാധാരണ ഭക്തർ അവരുടെ അക്കോമഡേഷൻ എന്താണ്, അവർ സ്വയം അത്രേ ഉള്ളൂ. അത് സർക്കാർ അല്ലെങ്കിൽ ബോർഡ് കണ്ടെത്തുന്നില്ല. അവർ ഡെലിഗേറ്റ് ആയിട്ട് അവർക്ക് നിലവിലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം, അത്രയേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇവിടെ പല വിഷയങ്ങളും ഉന്നയിക്കപ്പെട്ടു. മലയേറിയ കമ്മ്യൂണിറ്റി അവഗണിക്കപ്പെടുകയാണ്. അവിടെ എല്ലാവരെയും ചരിത്രപരമായ പ്രാധാന്യമുള്ള ആളുകളെ അവരുടെ അവകാശങ്ങൾ നൽകാതെ മാറ്റി നിർത്തുകയാണെന്നൊരു ആക്ഷേപം കൂടി ഉന്നയിക്കപ്പെട്ടു. മലയേറിയ സമുദായത്തെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതിനുള്ള കത്തുകൾ പോയിട്ടുണ്ട്, ഇതിനോടകം തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ കത്ത് തയ്യാറായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഉത്തരം. കത്ത് തയ്യാറായിട്ടുണ്ട്. പോയിട്ടില്ലല്ലോ, ഇല്ല, അത് ഡെലിവറി ചെയ്യുന്നതേ ഉള്ളൂ. കത്തുകൾ പോകുന്നതേ ഉള്ളൂ. കത്ത് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആ പ്രശ്നം പരിഹരിക്കപ്പെടുക. മനസ്സിലായില്ല, ആദ്യം പറഞ്ഞത് പോയി, ഇപ്പൊ പറയുന്നത് പോകുന്നില്ല. കത്ത് തയ്യാറായി, അത് ഡെലിവറി ചെയ്യുന്നതേ ഉള്ളൂ. ഡേറ്റ് തീരുമാനിച്ചാലേ ഉള്ളൂ. 20-ാം തീയതിയാണ്. ഇന്നിപ്പോ ഇന്ന് 2-ാം തീയതി ആയിട്ടുള്ളൂ. 20-ാം തീയതിയാണ്. ഇനി 18 ദിവസം സമയമുണ്ട്. അല്ല, അവിടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണല്ലോ നേരത്തെ മുതലേ ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. അവർ ആചാരപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് ആചാരപരമായി ചെയ്യാൻ കഴിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഇതിപ്പോ ഇങ്ങനെ, ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ എങ്ങനെ ഞാൻ അതിന്റെ രാഷ്ട്രീയമായ വശങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അഡ്മിനിസ്ട്രേറ്റീവായി ബോർഡിനും സർക്കാരിനും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്നാണ്. ശരിയാണോ? അതെ, അതാണ് ഉദ്ദേശം. അവർക്ക് വേണ്ട ഉത്തരം ഒന്ന് കേട്ട ശേഷം നിലവിലുള്ള സൗകര്യങ്ങൾ, നിലവിലുള്ള സൗകര്യങ്ങൾ നമുക്ക് അവിടെ അവർക്ക് കാണാം. എന്താണ് കൂടുതൽ വേണ്ടത്? ഇപ്പം ശബരിമല വിമാനത്താവളം വരുന്നു, ശബരി റെയിൽപാത വരുന്നു. അപ്പോൾ ഇതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പുട്ടപ്പുറത്ത് അതുപോലെയുള്ള ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ ഭക്തർ വരുമ്പോൾ അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, നിലയ്ക്കൽ അടിസ്ഥാന സൗകര്യ വികസനം, ഇത്തരം കാര്യങ്ങളിലേക്കുള്ള അഭിപ്രായ സ്വരൂപീകരണം മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഭിപ്രായ സ്വരൂപണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.